ആത്യന്തികമായി ഉള്ളവനില്ലാത്തവനെ സഹായിക്കുക എന്നുള്ള മനുഷ്യന്റെ പരമമായ, അവിടെ ജാതിയില്ല, മതമില്ല. പ്രവാചകന്റെ അനുയായിയാകുന്നതിന് ഇന്ന വിശ്വാസിയാകണമെന്ന് പോലുമില്ല. പ്രവാചകനെ പല ഘട്ടങ്ങളിലും രക്ഷകർത്ത സ്ഥാനത്ത് നിന്ന് വളർത്തിയ ആൾ പോലും ആ വിശ്വാസി അല്ലായിരുന്നു. അപ്പോൾ അവിടെയൊന്നും വിശ്വാസം ഒരു തടസ്സമാകുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് എൻ്റെ വീടിനടുത്തുള്ള പുലിമുഖത്ത് ക്ഷേത്രത്തിന് മുമ്പിൽ ഒരു ലോട്ടറി കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്ന കാലിന് എൻ്റെ ഒരു അടുത്ത ബന്ധുവും സുഹൃത്തും സഹോദരനും എല്ലാമാണ്. ഈ ആളുകളെ സഹായിക്കുന്നതിന് വിശ്വാസമോ ജാതിയോ മതമോ ഒന്നും ഒരു മാനദണ്ഡമല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സംഘടന. ആ രാജശേഖരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് കുറേ നാളുകൊണ്ട് അദ്ദേഹം അവിടെ സമ്പത്തുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ, അദ്ദേഹം റോഡ് സൈഡിൽ കുത്തിയിരിക്കുന്ന ആളാണ്. എത്രയോ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ട്, എത്രയോ പേർക്ക് സമ്പത്തുണ്ട്. പക്ഷെ അവരാരും കാണാത്ത ഒരു കാര്യം, ഒരു അപേക്ഷ കൊടുത്തപ്പോൾ ആ നിമിഷം തന്നെ കൊടുക്കുന്ന ആളിൻ്റെ ജാതി നാളും ഒന്നും നോക്കാതെ അദ്ദേഹത്തിന് ഈ വീൽ ചെയർ കൊടുത്ത് വളരെ ഉപകാരമാണ്. കൂടിയ വണ്ടിയാണ്, ഏറ്റവും കൂടിയ വണ്ടിയാണ് ഈ കൊടുക്കുന്നത്, ഏറ്റവും കൂടിയ. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ ഓണക്കാലത്ത് ഈ നബിദിനവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതിന് ഈ സംഘടന ചേർന്ന് നിൽക്കണം, ചേർത്ത് പിടിക്കണം. അവനവൻ്റെ മതവും ജാതിയും അതിൻ്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും പ്രാർത്ഥനകളും ഒക്കെ തുടരുന്നതോടൊപ്പം മനുഷ്യൻ്റെ ആഘോഷങ്ങളിൽ ഒരു അപരമത വിദ്വേഷിക്കും ഇടമില്ലാത്ത വിധം ഇരുവശങ്ങളിൽ നിന്ന് ഇത് മതമല്ല എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൂവുന്നവൻ്റെ മുന്നിലേക്ക് കാർക്കിച്ചു തുപ്പിക്കൊണ്ട് മനുഷ്യരൊന്നായി ചേർന്ന് നിൽക്കണം. അതാണ് ഇന്നത്തെ കാലത്തിൻ്റെ ആവശ്യം. മാവേലി എന്ന് പറയുന്നത്, അതിന് പിന്നിൽ ഒരുപാട് കഥകൾ പലരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവിക പരിപ്രേക്ഷ്യം നൽകിയവരുണ്ട്, എന്നാൽ ഒരു ഭരണാധികാരിയുടെ പരിപ്രേക്ഷ്യം നൽകിയവരുണ്ട്, മറ്റു പലതുമൊക്കെയുണ്ട്. പക്ഷേ പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സന്ദേശം ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു മാവേലി എന്നുള്ളതാണ്. മാവേലിക്കൊരു ക്ഷേത്രമില്ല. മാവേലിയുടെ പേരിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കീർത്തനങ്ങളോ വാഴ്ത്തുപാട്ടുകളോ ഒന്നുമില്ല. ശ്ലോകങ്ങൾ തപ്പിയാലും മാവേലിയെക്കുറിച്ച് കിട്ടില്ല. മാവേലിയെക്കുറിച്ച് മനുഷ്യനുണ്ടാകുന്ന ചിന്ത മുഴുവൻ ഒരു നന്മയുടെ കാലഘട്ടത്തിൻ്റെ ചിന്തയാണ്. ആ നന്മയുടെ കാലഘട്ടത്തിൻ്റെ ഒരു ഭരണാധികാരി ആ നന്മയിൽ ഉറച്ചു നിന്നപ്പോൾ സഹിക്കേണ്ടി വന്ന ത്യാഗത്തിൻ്റെ കഥയാണ്. ഒരു ചവിട്ടി പാതാളത്തിലേക്ക് വിട്ടു, അങ്ങോട്ട് പോകാൻ 1 വർഷമെടുത്തുവെന്നും തിരിച്ചു വരാൻ 1 വർഷമെടുത്തുവെന്നും ഒക്കെയാണ് വിശ്വാസം. അങ്ങനെ ഒരു ഭരണാധികാരിയുടെ വരവും കാത്ത് ഒരു ജനത മുഴുവൻ 1 വർഷം കാത്തിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ അത് മിത്താകട്ടെ, യാഥാർത്ഥ്യമാകട്ടെ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാഴ്ചപ്പാടാകട്ടെ, സ്വപ്നമാകട്ടെ, അവിടെ ഓർക്കപ്പെടുന്നത് ഒരു ഭരണാധികാരിയുടെ നന്മയുടെ കാലഘട്ടമാണ്. 1500 വർഷങ്ങൾക്കപ്പുറമാണ് പ്രവാചകൻ ജീവിച്ചത്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞ പലരുമുണ്ട്. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറഞ്ഞ പലതുമുണ്ട്. അവരാരും ആവർത്തിച്ച് സ്മരിക്കപ്പെടുന്നില്ല. കോടികൾ സമ്പാദിച്ച് പരശതം കോടീശ്വരന്മാരായിരുന്ന ആളുകൾ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു, ഓരോ നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു. അവരെ ആരെയും ആവർത്തിച്ച് ഓർക്കപ്പെടുന്നില്ല. പക്ഷേ ഒരു നന്മയുടെ പ്രതീകമായ, ദാരിദ്ര്യത്തിൽ ജീവിച്ച, ഈ പറയുന്നത് പോലെ എന്തെങ്കിലും മക്കളുടെ പിന്തുടർച്ച കൊണ്ടോ അധികാരത്തിൻ്റെ കേന്ദ്രീകരണം കൊണ്ടോ ആരെങ്കിലും ഒന്നുമായി തീരാതിരുന്ന ഒരു പ്രവാചകനെയാണ് ആവർത്തിച്ച് ഒരു വിശ്വവിമോചനത്തിൻ്റെ നായകനായി, ഒരു വിശ്വത്തിൻ്റെ പ്രകാശമായി, ഇരുളിനെ ആവർത്തിച്ച് ജ്വലിപ്പിക്കുന്ന ഒരു വലിയ ജ്വാലയായി ഓർക്കപ്പെടുന്നത്. അതിലൊക്കെ ഈ പറയുന്ന സമാനതകളുടെ കഥകളിലെല്ലാം നന്മയുടെ ചേരുവകളിലുണ്ട്. നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരുദേവനിൽ പ്രവാചകത്വം കാണാൻ കഴിയും. നിങ്ങൾക്ക് ഈ പറയുന്ന മഹാബലിയിൽ പ്രവാചകൻ പഠിപ്പിച്ച നന്മയുടെ അംശങ്ങൾ കാണാൻ കഴിയും. അതുപോലെ മഹത്തുക്കളായ പല പല നവോത്ഥാന നായകന്മാരിലും ഈ പറഞ്ഞ പ്രവാചകൻ പറഞ്ഞു വെച്ചു പോയതിൻ്റെ നന്മകളുടെ പ്രകാശം കാണാൻ പറ്റും. ഗാന്ധിജിയിലും കാണാൻ പറ്റും. കാരണം എന്തെന്ന് ചോദിച്ചാൽ അതൊക്കെയും നന്മയുടെ പാതയിലൂടെ സഞ്ചരിച്ചവരാണ്. ആ പാതയുടെ തിരിച്ചറിവ് നന്മയാഗ്രഹിക്കുന്ന മനുഷ്യരെ ചേർത്ത് നിർത്തണം. ആ നന്മയിൽ ഒന്നിക്കണം. ബാക്കി പുറത്ത് കുരയ്ക്കുന്നതും കടിക്കുന്നതുമൊന്നും ആരും ഒട്ടും മൈൻഡ് ചെയ്യരുത്. ഒരിടവും കൊടുക്കരുത്. ചേർന്ന് നിൽക്കണം. സന്തോഷങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കെടുക്കണം. ആ സന്തോഷങ്ങൾ അനാവശ്യങ്ങളാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആചാരങ്ങളോ ഇഷ്ടങ്ങളോ ആണെങ്കിൽ അത് അവരവർ ചെയ്യട്ടെ. സന്തോഷങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ചേർന്നിരിക്കലുമൊക്കെ ഒരുമിച്ച് ചെയ്യണം, ഒരുമിച്ച് ജീവിക്കണം. അതുതന്നെയാണ് ഏറ്റവും വലിയ സന്ദേശം.